Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ രണ്ട് ബൈനറി വാല്യൂസ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഡെസിമൽ വാല്യൂസ് ഞാൻ ഇപ്പോൾ 27 പ്ലസ് 35 ഇത് രണ്ടിപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യുക? 7ഉം 5ഉം കൂടി ആഡ് ചെയ്തു, 12 ആൻസർ കിട്ടി. ബാക്കി 1 നമ്മൾ ക്യാരി ചെയ്തു, 1 2 3 6 62. ഇതാണ് ഒരു എക്സാമ്പിൾ ആഡ് ചെയ്യുന്ന പരിപാടി. നമ്മുടെ ബൈനറി വാല്യൂല് ആഡ് ചെയ്യുമ്പോൾ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് വാല്യൂ ഉള്ളൂ, 0ഉം 1ഉം. ഇത് രണ്ടും മാത്രമേ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ബൈനറി വാല്യൂ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ട് സീറോ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 0 ആയിരിക്കും ആൻസർ കിട്ടുക. 0ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 1 ആയിരിക്കും ആൻസർ കിട്ടുക. അതിന് പകരം ജസ്റ്റ് ഉൾട്ടാ 1 പ്ലസ് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുക. ഈ രണ്ട് 1 സെപ്പറേറ്റ് ഇങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക ആൻസർ? ഇവിടേക്ക് ആൻസർ 0 വരും, പിന്നെ ക്യാരി 1 വരും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. 1 പ്ലസ് 1 വന്നു കഴിഞ്ഞാൽ 10 ആണ്. 1 പ്ലസ് 1 പറഞ്ഞാൽ 10 അല്ല, 2 ആണ്. 2ന്റെ ബൈനറി വാല്യൂ ആണ് 10. അപ്പൊ അതിന്റെ ആൻസർ പറഞ്ഞാൽ അവിടേക്ക് നമ്മൾ 0 ആൻസർ ഇട്ട് കൊടുക്കും, അതിനുശേഷം ക്യാരി 1 ചെയ്യും. ഈ 1 പ്ലസ് 1 പ്ലസ് 1 1 പറഞ്ഞാൽ 3 ആണ് അതിന്റെ ആൻസർ. 1 പ്ലസ് 1 പ്ലസ് 1 പറഞ്ഞാൽ 3 ആണ്. 3ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 0 1 1, അതായത് 1 1 2 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 1 1. അതാണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പോ 3 1 ഇങ്ങനെ ആഡ് ചെയ്യാണ് വിചാരിക്കുക. 1 പ്ലസ് 1 പ്ലസ് 1 ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ആൻസർ എന്താ വരിക? ഇവിടേക്ക് ആൻസർ 1 വരും, പിന്നെ ഒരു ക്യാരി 1 വരും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കി നോക്കാം. ഞാനിപ്പോ 7ഉം 3യും കൂടി ആഡ് ചെയ്തു. 7ഉം 3യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ് ആൻസർ കിട്ടുക. നമുക്ക് അതിന്റെ ബൈനറി റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു 4 ബിറ്റ് മാത്രം എടുക്കണല്ലോ 7 കാണിക്കാൻ പറ്റും. അപ്പൊ 7ന്റെ 4 ബിറ്റിൽ ബൈനറി എഴുതുക എങ്ങനെ? 0 1 1 1. 3ന്റെ 4 ബിറ്റിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 0 0 1 1. അതായത് 4 ബിറ്റിൽ 3 ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ 7 4 ബിറ്റിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എങ്ങനെ ആൻസർ കിട്ടുക? 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആൻസർ വരും, ക്യാരി 1 വരും. അതാണ് ഇവിടെ എഴുതുന്നത്. 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി 1 ടു ദി നെക്സ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഈ ഒരു 1 നെക്സ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിലേക്ക് ക്യാരി ചെയ്യും. അപ്പൊ നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഇനി 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇവിടെ ആൻസർ 1 വരും, ഒരു 1 ക്യാരി ചെയ്യാനും പറയും. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ ആൻസർ 1 വരും, ബാക്കി ഒരു 1 ഇവിടേക്ക് ക്യാരി ചെയ്യും. അതാണ് 3 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ഇവിടേക്കും കിട്ടും, ഒരു ക്യാരി ഇവിടേക്കും കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഇനി 2 1 ഉണ്ട്. 1ഉം 1ഉം 0 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 1ഉം 1ഉം 2 1 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടേക്ക് 0 വരും, ഇവിടേക്ക് ഒരു 1 ക്യാരി ചെയ്യും. ഈ 1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1ഉം 0 0, അതായത് 1 പ്ലസ് 0. അപ്പൊ 1. അപ്പൊ ഇത് എത്ര ആൻസർ കിട്ടിയത്? 1 0 1 0, അതായത് 10. ഇതാണ് അതിന്റെ ആൻസർ. ഇനി നമുക്ക് 15ഉം 5ഉം കൂടി ആഡ് ചെയ്ത് നോക്കിയപ്പോ 15 5ഉം കൂടി ആഡ് ചെയ്ത് നോക്കിയപ്പോ 15 5ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 20. അപ്പൊ നമുക്ക് 15ന്റെ ബൈനറി അപ്പൊ ഒരു 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 1 1 1 1. ഇതാണ് 15ന്റെ ബൈനറി. ഈ 5ന്റെ ബൈനറി പറഞ്ഞാൽ 0 1 0 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എങ്ങനെ ആൻസർ കിട്ടുക? 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആൻസർ ആയിട്ട് കിട്ടും. 0 ആൻസർ ആയിട്ട് കിട്ടും. പിന്നെ എന്താ ചെയ്തുള്ളത്? ക്യാരി 1 ടു ദി നെക്സ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ക്യാരി പറഞ്ഞാൽ 1 ക്യാരി ചെയ്ത്, ഇനി 1ഉം 1ഉം ആഡ് ചെയ്ത് തരും. 1ഉം 1ഉം 0 ഇല്ല, 1 പ്ലസ് 1 പ്ലസ് 0. 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആൻസർ അവിടെ ആൻസർ 0 വരും, അടുത്തതിലേക്ക് ക്യാരി 1 പോകും. ഇനി 1ഉം കൂടി ആഡ് ചെയ്ത്. അപ്പൊ എന്താ? ആൻസറും 1 വരും, ക്യാരിക്കും 1 വരും. അപ്പൊ ഇവിടെയുള്ള ആൻസർ എത്ര വരിക? 1 വരും, അടുത്തേക്ക് ക്യാരി ഒരു 1 പോകും. ഇനി വീണ്ടും 1ഉം 0. അപ്പൊ 2 1 വന്നുള്ളത്. അപ്പൊ ഇവിടെ 0 വരും, അടുത്തേക്ക് ക്യാരി 1 പോകും. ഇനി ഇവിടെ ആഡ് ചെയ്യാൻ ആരും ഇല്ല. അപ്പൊ ഇവിടെ എന്താ? 1 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? 1 0 1 0 0. ഇതാണ് എന്റെ ആൻസർ. 20ന്റെ ബൈനറി വാല്യൂ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 5 പ്ലസ് 1 എത്ര കിട്ടുക? 6 ആണ് ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് 5ന്റെ ബൈനറി വാല്യൂ നമുക്ക് എഴുതി വെക്കാം. 0 1 0 1. ഇതാണ് 4 ബിറ്റിൽ 5ന്റെ വാല്യൂ. 1ന്റെ ബൈനറി വാല്യൂ 0 0 0 1. ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ 0 ആൻസർ കിട്ടും, ക്യാരി 1 പോകും. ഈ 1ഉം 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 1ഉം 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പൊ അതിന്റെ ആൻസർ പറഞ്ഞാൽ 6 ആണ്. 6ന്റെ ബൈനറി വാല്യൂ ആണ് ഇത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 12 പ്ലസ് 8. 12 പ്ലസ് 8 പറഞ്ഞാൽ 20 ആണ് ആൻസർ കിട്ടുക. അപ്പൊ 12ന്റെ നമ്മൾ 4 ബിറ്റിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 1 1 0 0. 8ന്റെ 4 ബിറ്റിലുള്ള വാല്യൂ എത്ര? 1 0 0 0. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 0 0. 0 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. 1 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇവിടേക്ക് വരും, 1 ക്യാരി വരും. ഈ 1 ഇനി ആരും ആഡ് ചെയ്യാത്തതുകൊണ്ട് 1 1 0 1 0 0. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ പറഞ്ഞാൽ 20 ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കി നോക്കാം. അതോടെ നമുക്ക് നിർത്താം.
13 പ്ലസ് 5. 13 5 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 ആണ് ആൻസർ കിട്ടുക. നമുക്ക് 13ന്റെ ബൈനറി വാല്യൂ 4 ബിറ്റിൽ എങ്ങനെ വരിക? 1 1 0 1. 5ന്റെ ബൈനറി വാല്യൂ 4 ബിറ്റിൽ 0 1 0 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ വരിക? 1 ഉം 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ 0, ക്യാരി 1 വരും. 1 ഉം 0 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 1 ഉം 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇവിടേക്ക് വരും, ക്യാരി ഇങ്ങോട്ട് വരും. ഈ 1 ഉം 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇവിടേക്ക് വരും, ക്യാരി ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ 1ക്ക് ഇനി ആരും ആഡ് ചെയ്യല്ല, അപ്പൊ ക്യാരി ജസ്റ്റ് താഴേക്കിട്ട് കൊടുക്കുക. ഇതിന്റെ ആൻസർ എത്ര? 1 0 0 1 0. ഇത് എത്ര? എന്റെ ആൻസർ 18 ആണ്. 18ന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണിത്. അത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഈ വാല്യൂ എത്രയാണ്? 1ന്. ഈ വാല്യൂ 2 to the power 1 2, 2 to the power 3, 2 to the power 2 4, 2 to the power 3 8, 2 to the power 4 16. ഈ 1 ഉള്ളത് എവിടേക്കാണ്? 16ലും പിന്നെ 2ലും. 16 2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ബൈനറി വാല്യൂസ് ആഡ് ചെയ്യുക. അതിന്റെ റൂൾസ് ആണ് ഈ 5 റൂൾസ്. 0 0 കൂടി ആഡ് ചെയ്താൽ 0 0 1 1 ആൻസർ 1. 1 0 കൂടി കഴിഞ്ഞാൽ 1. 1 1 കൂടി കഴിഞ്ഞാൽ 0 ആൻസർ കിട്ടും, 1 ക്യാരി. 1 1 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആൻസർ കിട്ടും, ക്യാരിയും 1 പോകും.